ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങൾ 49:20. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. പീപ്പിൾ ഹു ഹാവ് വെൽത്ത് ഓർ ഓണർ ബട്ട് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആർ ലൈക്ക് ദ ആനിമൽ പെരിഷ്. ദൈവവചനം പറയുന്നു, നാം ഈ ലോകത്തിൽ എത്ര തന്നെ ധനാഢ്യരായാലും എത്ര തന്നെ ബുദ്ധി വൈഭവം ഉള്ളവരായാലും നാം ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്നവരാണെങ്കിൽ നാം നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരത്രേ. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മൃഗം രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു, ഉറങ്ങുന്നു. അതിൽക്കുള്ള ഒന്നും അതിനറിയയില്ല. എന്നാൽ മനുഷ്യൻ ഒരാത്മാവിനെ ദൈവം അവന് നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് വേണ്ടി കരുതേണ്ടത് ആവശ്യമാണ്. അതാണ് മനുഷ്യൻ്റെ ബുദ്ധി, ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി കൊണ്ട് അവൻ ചെയ്യേണ്ടത്. ഈ ലോകത്തിൽ എന്ത് തന്നെ നേടിയാലും അതൊക്കെ പെരിഷബിളാണ്, അതൊക്കെ നശിച്ചു പോകുന്നതാണ്, ഇവിടെ വിട്ടേച്ച് പോകേണ്ടതാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ ജീവിതത്തിന് അവസാനം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യത കരസ്ഥമാക്കണമെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞ് ദൈവവചനം അറിഞ്ഞ് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12:20 വായിക്കുന്നു, മൂഢ, ഇന്ന് ഞാൻ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ദൈവിക വിഷയമായി സമ്പന്നരാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവരുടെ കാര്യം ഇങ്ങനെയാകുന്നു. അപ്പോൾ ലോകത്തിൽ നാം ധനം സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയ വിഷയമായി ദൈവിക വിഷയമായി നാം സമ്പന്നരാകുകയാണെങ്കിൽ നമ്മുടെ നിത്യത നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കും. എന്താണ് നിത്യജീവൻ? എങ്ങനെയാണ് അത് ലഭിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 17:3 നമ്മൾ വായിക്കുന്നു, ഏകസത്യമായ ദൈവത്തെയും ദൈവം അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തിക്കും നിത്യജീവന്റെ അവകാശിയായി തീരുവാനിടയായിത്തീരും. ഈ ലോക സാഹചര്യങ്ങളിൽ നാം മൃഗത്തെ പോലെ ജീവിക്കാതെ ദൈവം തന്നിരിക്കുന്ന കഴിവ് ഉപയോഗിച്ച് നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ് ഉപയോഗിച്ച് ദൈവത്തെ അറിയുവാൻ ഇതുവാക്കാലം നമുക്ക് സമർപ്പിക്കാം. ദാനിയേലിന്റെ പ്രവചനം 4:30 നമ്മളൊരു സംഭവകഥ വായിക്കുന്നുണ്ട്. ബാബേൽ രാജാവ് നെബൂഖദ്നേസർ തന്റെ രാജമന്ദിരത്തിൽ ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ, ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപത്തിനായി രാജധാനി ആയി പണിത മഹദിയാം ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞതിന് ശേഷം അധികം സമയം മാറുന്നതിന് മുമ്പ് തന്നെ താനൊരു മൃഗത്തെ പോലെ ആകുവാൻ ഇടയായിത്തീർന്നു. കർത്താവിന്റെ ശിക്ഷ ദൈവം ചെയ്ത നന്മകൾക്കൊത്തവണ്ണം ദൈവത്തെ അറിയാതെ ജീവിച്ചപ്പോൾ തൻ്റെ ധനത്തിലും തൻ്റെ മഹത്വത്തിലും തൻ്റെ കരവിരുതിലും തൻ്റെ പ്രാപ്തിയിലും ഒക്കെ ആശ്രയിച്ച മനുഷ്യൻ ദൈവം ആരാണെന്ന് അറിയുവാൻ ഒരു ചെറ നിമിഷങ്ങളിലേക്ക് എത്താൻ ഒരു മൃഗമായി മാറുവാൻ ഇടയായിത്തീർന്നു. മനുഷ്യനെ മൃഗമാകുവാൻ ഇടയായിത്തീരുവോ? ഇന്നത്തെ ലോക സംഭവങ്ങൾ, വർത്തമാന പത്രങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. മൃഗത്തെക്കാൾ കഷ്ടമായ അനുഭവത്തിലൂടെ മനുഷ്യൻ ജീവിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് ലോകത്തിൽ സംജാതമായിരിക്കുന്നു. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കൃപാകാലം ദൈവത്തെ സമർപ്പിക്കാം. ദൈവത്തെ അറിഞ്ഞ് ദൈവവചനം അനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മീയ അനുഭവം ജീവിച്ച് നിത്യത കരസ്ഥമാക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൃപാകാലം വചനം കേൾക്കുന്നതിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ മറക്കാതെ നിത്യതയ്ക്കായി കരുതുവാൻ ദൈവമായ കർത്താവ് അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. മഹത്വം കർത്താവ് എടുത്താട്ടെ. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.